നമ്മുടെ ഈ ലോകത്ത് എന്തൊക്കെ തരം ജീവികളാണ് ഉള്ളത്? ഓരോന്നും ഓരോ തരം. കരുത്തുറ്റ പേശികളും ദംഷ്ട്രകളും നഖങ്ങളുമായി ആരെയും കൂസാത്തവർ, ആഹാര ശൃംഖലയിലെ മുകൾ തട്ടിലുള്ളവർ, വേട്ടക്കാർ, മണ്ണിലും വെള്ളത്തിലും ആകാശത്തിലും ഒരേപോലെ ആധിപത്യമുള്ളവർ, വിഷം ചീറ്റുന്നവർ, ചുരത്തുന്നവർ, മണ്ണ് തിന്നുന്നവർ, മരം തിന്നുന്നവർ, സാമൂഹിക ജീവിതത്തിന്റെ വക്താക്കൾ എന്നിങ്ങനെ ഒരു നീണ്ട 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 കഥ പോലെ എത്ര പേർ അല്ലേ? ഇക്കൂട്ടരിൽ കാറ്റർപില്ലേഴ്സ് അഥവാ പുഴുക്കൾ, അവർ നമ്മൾ കരുതുന്നത് പോലെ നിസ്സാരക്കാരല്ല. പല രൂപത്തിലും നിറത്തിലുമൊക്കെയുള്ള പുഴുക്കളുണ്ട്. തൂവലുകൾ പോലെയുള്ള ഭാഗങ്ങളുള്ള കോമൺ ബാരൻ കാറ്റർപില്ലർ എന്നു പേരുള്ള ഒരു പുഴുവാണിത്. യൂത്താലിയ അക്കോന്തിയ എന്ന ശലഭത്തിന്റെ ലാർവയാണ് ഇത്. ഒരു പൂച്ചക്കുട്ടിയുടെ രൂപമുള്ള ഈ കാറ്റർപില്ലറിനെ ഒന്ന് നോക്കിക്കേ. പുസ്മോത്ത് കാറ്റർപില്ലർ എന്നാണ് ഇതിന്റെ പേര്. ഈ പുഴു വളർന്നത് ഇത്തരമൊരു ശലഭമായി മാറും. പളുങ്കിനെ തോൽപ്പിക്കുന്ന ശരീരമുള്ള ഈ കാറ്റർപില്ലറിനെ കണ്ടോ? ആള് കൊള്ളാമല്ലേ? ഡാൽസെറിഡെ കുടുംബത്തിലെ ഒരു ശലഭത്തിന്റെ ലാർവയാണ് ഈ പളുങ്കാശാൻ. ചൊറിയൻ പുഴുവെന്നും ആട്ടാൻ പുഴുവെന്നും ഇറുത്താൻ പുഴുവെന്നും ഒക്കെ വിളിക്കുന്ന ചിലേനം രോമമുള്ള പുഴുക്കളുണ്ട്. അവയെ തൊട്ടാൽ പിന്നെ ചൊറിച്ചിലോടെ ചൊറിച്ചിലായിരിക്കും. പുഴുവുമായി സമ്പർക്കമുണ്ടായ ശരീരഭാഗം ചൊറിഞ്ഞു വീർത്ത് തടിക്കും. പോഴൻ ശലഭം എന്നൊരിനം ശലഭത്തിന്റെ ലാർവ പുഴുവിന്റെ ശരീരത്തിൽ വിവിധ നിറങ്ങളിലുള്ള വരകളും രോമങ്ങളും മുള്ളുകൾ പോലെയുള്ള ഭാഗങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ അറിയാതെ അതിനെ ഒന്ന് തൊട്ടുപോയാൽ ഷോക്കടിച്ചതുപോലെയുള്ള കുത്തുന്ന അസഹ്യമായ വേദനയായിരിക്കും ഫലം. ഇതുപോലൊരു ഷോക്ക് പണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വീട്ടുമുറ്റത്തെ കുരുമുളക് വള്ളിയിൽ നിന്ന് കുരുമുളക് പറിക്കുന്നതിന്റെ ഇടയ്ക്ക് വെച്ചായിരുന്നു അത്. ഉയ്യോ, ഒന്നൊന്നര അനുഭവമായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെങ്കിലും ഇത്തരമൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ലോകത്തിന്റെ ആഹാര സ്രോതസ്സുകളെ, അതായത് പ്രധാനമായും കാർഷിക മേഖലയെ തവിട് പൊടിക്കുന്നത് പോലെ പൊടിച്ച് പറത്തിവിടാൻ വരെ പ്രാപ്തിയുള്ള പുഴുക്കളുണ്ട്. ഇതിൽ സ്പോഡോപ്റ്ററ ലിറ്റ്യൂറ എന്ന ശാസ്ത്രനാമമുള്ള ഒരു പുഴുവാണിത്. ഇതൊരു മോത്ത് അഥവാ നിശാശലഭത്തിന്റെ ലാർവയാണ്. ലോകത്ത് ഏകദേശം എല്ലായിടത്തുമുള്ള ഒരു ശലഭമാണ് ഇത്. ക്യാബേജ്, കോളിഫ്ലവർ, തക്കാളി, വഴുതന, മുളക്, ചോളം, നിലക്കടല എന്നിങ്ങനെ 290-ലധികം വിളകളെ തിന്ന് നശിപ്പിക്കുന്ന ലാർവകളാണ് സ്പോഡോപ്റ്ററ ലിറ്റ്യൂറയുടേത്. ഇനി ഇതിനെ കൊല്ലാൻ പുകയില കഷായം ഉണ്ടാക്കാമെന്ന് കരുതിയാൽ തെറ്റി. ഈ പുഴുവിന്റെ പ്രിയപ്പെട്ട ഭക്ഷ്യവസ്തു അത് പുകയിലയാണ്. അടിപൊളി ട്വിസ്റ്റ് തന്നെ അല്ലേ? പുകയില ചെടിയെ പോലും വെറുതെ വിടാതെ കടിച്ചു മുറിച്ച് തിന്നുന്നത് കാരണം ടുബാക്കോ കട്ടുവം എന്നൊരു വട്ടപ്പേരും ആശാനുണ്ട്. പൂമ്പാറ്റകളുടെയും വണ്ടുകളുടെയും ഈച്ചകളുടെയും കടന്നലുകളുടെയും ഒക്കെ ലാർവകൾ പുഴുക്കളാണ്. അതിൽ പലരും ലാർവകളായിരിക്കുന്ന സമയത്ത് സസ്യങ്ങളെ ശാപ്പിടാറുണ്ട്. ലാർവകളായിരിക്കുന്ന സമയത്ത് ഇവന്മാർക്ക് പൊരിഞ്ഞ വിശപ്പായിരിക്കും. തിന്നാലും ഇവന്മാരുടെ പത്തായം പോലെയുള്ള വയറ് നിറയുകയില്ല. ഇതെന്നാ വയറ്റിൽ കൊക്കോപ്പുഴുവാണോ എന്ന് ചോദിക്കാമെന്ന് വെച്ചാൽ ഇവന്മാര് കൊക്കോപ്പുഴുവിന് കഞ്ഞി വെച്ച പുഴുക്കളാണല്ലോ. പൂമ്പാറ്റകളിൽ പലർക്കും ഇഷ്ടപ്പെട്ട ഒരു ബർത്ത് വർട്ട് ചെടി ഉണ്ടാവും. അതിലാണ് അമ്മ പൂമ്പാറ്റ മുട്ടയിടുക. മുട്ട വിരിഞ്ഞ മഹാ ആർത്തിക്കാരായ ലാർവകൾ പുറത്തുവരും. അവർ തിന്നും അപ്പിയിടും. അവസാനം മുട്ടനാകുന്ന ലാർവകൾ വിവിധതരം കൊത്തുപണികളുള്ള പുറന്തോടുണ്ടാക്കി പ്യൂപ്പകളായി സമാധിയിരിക്കും. പിന്നെ സമാധി മതിയാക്കി തോട് പൊട്ടിച്ച് ശലഭമായി പുറത്തുവരും. കണ്ടില്ലേ, ഈ കടുവാ ശലഭത്തിന്റെ പ്രിയപ്പെട്ട ചെടി എരുക്ക് ചെടിയാണ്. മണ്ണിലും ദ്രവിച്ചു പൊടിഞ്ഞുപോയ മരത്തടികൾക്ക് ഉള്ളിലും ചാണകത്തിലും ഒക്കെയുള്ള വെളുത്ത വലുപ്പമുള്ള ശരീരമുള്ള പുഴുക്കളും കുന്തള പുഴുക്കളും ഒക്കെ വണ്ടുകളുടെയും കൊമ്പൻ ചെല്ലുകളുടെയും ഒക്കെ ലാർവകളാണ്. മുറ്റത്തും പറമ്പിലും ചിക്കിപ്പെറുക്കി നടക്കുന്ന പക്ഷികൾക്കും കോഴികൾക്കുമൊക്കെ പ്രിയമുള്ള, കുറിക്കാൻ ഇഷ്ടമുള്ള ആഹാര പദാർത്ഥങ്ങളാണ് ഈ പുഴുക്കൾ. ചാണകവണ്ടിന്റെ ലാർവ പുഴുക്കൾ ഉള്ളത് അത് ചുമന്നുകൊണ്ടുപോകുന്ന ചാണക ഉരുളകൾക്ക് ഉള്ളിലാണ്. ഇനി ഈച്ചകളുടെ ലാർവകളുടെ കാര്യമെടുത്താലോ? ഡ്രോസോഫില അഥവാ പഴയീച്ചകളുടെ ലാർവകൾ പ്രധാനമായും വളരുന്നത് അധികം പഴുത്ത അല്ലെങ്കിൽ ചീഞ്ഞു തുടങ്ങിയ പഴങ്ങളുടെ ഉള്ളിലാണ്. ഇനി നമ്മുടെ വീടുകളിൽ കാണുന്ന ഹൗസ് ഫ്ലൈ അഥവാ സാധാരണ ഈച്ചയുടെ ലാർവകളോ? ചീഞ്ഞു തുടങ്ങിയ പച്ചക്കറികളിലും പഴങ്ങളിലും മൃഗങ്ങളുടെ വിസർജ്യത്തിലും ഇറച്ചിയിലുമൊക്കെ ഈച്ചകളുടെ മാഗറ്റ്സ് എന്ന് വിളിക്കുന്ന ലാർവകൾ വളരാറുണ്ട്. ഒരു വിഭാഗം കടന്നലുകളുണ്ടല്ലോ, അവർ ഈച്ചകളുടെയും ചിലേനം പുഴുക്കളുടെയും എഫിഡ് എന്ന് വിളിക്കുന്ന ജീവികളുടെയും ഒക്കെ ശരീരം തുരന്ന് അതിനുള്ളിലാണ് മുട്ടയിടുക. മുട്ട വിരിഞ്ഞ് പുറത്തുവരുന്ന കുഞ്ഞൻ കടന്നൽ പുഴുക്കൾ തന്റെ ആതിഥേയ ജീവിയുടെ ഉള്ളു മുഴുവൻ തുരന്ന് തിന്നു തീർക്കും. ഒരിക്കൽ ഉള്ളു പൊള്ളയായി അന്ത്യശ്വാസം വലിച്ച് മരണപ്പെട്ട ആ ജീവിയുടെ ഉള്ളിൽ നിന്ന് കടന്നലായി പരിവർത്തനം ചെയ്യപ്പെട്ട പുഴു വെളിയിൽ വരും. കൊടും ക്രൂരത തന്നെ അല്ലേ? പക്ഷേ ഇത് ക്രൂരതയല്ല, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് തന്നെ കാരണമായ ബൃഹത്തായ ആഹാര ശൃംഖലയുടെ ഒരേട് മാത്രമാണ് ഇത്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ലോകത്തെ എല്ലാ ജീവികളുടെ കയ്യിലും കുറെ അടവുകൾ കാണും. ഇത്തരത്തിൽ ചില കാറ്റർപില്ലേഴ്സ് അഥവാ പുഴുക്കളുടെ ശരീരത്തിൽ ഇരപിടിയന്മാരെ പേടിപ്പിക്കാനായി വലിയ 2 ഉണ്ട കണ്ണുകൾ കാണാനാകും. ശരിക്കും ഇത് കണ്ണുകളല്ല. കണ്ണുകൾ പോലെ തോന്നിക്കുന്ന ഐ സ്പോട്സ് എന്ന് വിളിക്കുന്ന പുള്ളികൾ മാത്രമാണ് ഇത്. ഈ പുള്ളിയുടെ ആകൃതിയും എണ്ണവും ഓരോ പുഴു സ്പീഷീസുകളിലും വ്യത്യസ്തമായിരിക്കും. സിൽക്വം അഥവാ പട്ടുനൂൽ പുഴുവൊക്കെ ഉൾപ്പെടുന്ന ലെപ്പിഡോപ്റ്ററ എന്ന ഓർഡറിലെ അംഗങ്ങളായ ചില ശലഭ പുഴുക്കളിലാണ് ഈ പൊയ്ക്കണ്ണുകൾ പ്രധാനമായും കാണാൻ സാധിക്കുക. പൊതുവെ വലിപ്പക്കൂടുതലുള്ള ശരീരമുള്ള പുഴുക്കളിലാണ് ഈ ഐ സ്പോട്ടുകൾ കാണാനാവുക. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? പക്ഷികളെ പോലെയുള്ള ഇരപിടിയന്മാരെ സംബന്ധിച്ചിടത്തോളം അലഞ്ഞു നടന്ന് ഒരുപാട് ചെറുപുഴുക്കളെ പിടിച്ചു തിന്നുന്നതിനേക്കാൾ ലാഭകരം നല്ല വലുപ്പമുള്ള ഒരൊറ്റ പുഴുവിനെ അകത്താക്കുന്നതായിരിക്കുമല്ലോ. പിന്നെ ചെറിയ പുഴുക്കളെ തിരഞ്ഞു കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ വമ്പൻ പുഴുക്കളെ കണ്ടെത്താൻ കഴിയും എന്ന പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട് ഈ ഐസ് സ്പോട്ടുകൾ കൊണ്ടുള്ള പ്രധാന ഗുണഭോക്താക്കൾ ഇത്തരം വലിയ പുഴുക്കളായിരിക്കും.
ഉയ്യോ, പെട്ടെന്ന് കണ്ടാൽ ഒരു കുട്ടി പാമ്പിനെ പോലെ തോന്നുന്നുണ്ടല്ലേ? ലെപ്പിഡോപ്റ്ററ ഓർഡറിലെ സ്ഫിങ്കിഡെ കുടുംബത്തിലെ ഹോക്ക്മോത്ത് എന്ന ശലഭത്തിന്റെ ലാർവകൾക്ക് പൊയ്ക്കണ്ണുകൾ ഉണ്ട്. ഹമ്മിംഗ് ബേർഡിന്റെ രൂപത്തിന് സമാനമായ രൂപമുള്ള ശലഭങ്ങളാണ് ഈ ഹോക്ക്മോത്തുകൾ. അതുകൊണ്ട് ഹമ്മിംഗ് ബേർഡ് മോത്തെന്നും ഇവരെ വിളിക്കും കേട്ടോ. സൈലോഫെയിൻസ് ടെർസ എന്ന ശാസ്ത്രനാമമുള്ള ഈ ശലഭപ്പുഴുവിന്റെ പൊയ്ക്കണ്ണുകൾ ഒന്ന് നോക്കിക്കേ. നല്ല ഉണ്ട കണ്ണുകൾ തന്നെയല്ലേ? കണ്ണുകൾ പോലെ തോന്നിക്കുന്ന ഒരുപാട് പുള്ളികൾ ഇവരുടെ ശരീരത്തിന് ഇരുവശത്തുമായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതിൽ ഏറ്റവും വലിയ പുള്ളി അത് ഇവരുടെ തലയുടെ ഇരുവശത്തുമായിട്ടാണ് കാണപ്പെടുന്നത്. ഹെമറോപ്ലെയിൻസ് സ്ട്രിപ്റ്റോലേമസ് എന്ന ഈ പുഴുമൂപ്പരുടെ കണ്ണുകളും ത്രികോണ രൂപമുള്ള തലയും കണ്ടാൽ ഒരു കുട്ടി പാമ്പാണെന്നേ തോന്നും. ഒരുമാതിരിപ്പെട്ട കിളികളൊന്നും ഇവരെ തൊടുകയേയില്ല. തീർന്നില്ല, ഈസ്റ്റേൺ ടൈഗർ സ്വോളോടെയിൽ എന്ന പുഴുവിന്റെ തലയിൽ പാമ്പുകളുടെ നാക്ക് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗമുണ്ട്. ചില ശലഭങ്ങൾ അടുക്കടുക്കുകളായി ഒറ്റയടിക്ക് 300-400 ഒക്കെ മുട്ടകൾ ഇടും. ഈ മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വരുന്ന കുട്ടിപ്പുഴുക്കളെല്ലാം ഒരു കൂട്ടമായി ഒരുമിച്ചാണ് കാണപ്പെടുക. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചിതറി മാറി ഇരപിടിയന്മാരുടെ വായിൽ ചെന്ന് കയറുന്നതിനേക്കാൾ ഭേദം ഇതാണല്ലോ. അതുപോലെ ചിലയിനം പുഴുക്കളുടെ രുചിയൊന്നും ഒരുമാതിരിപ്പെട്ട ഇരപിടിയന്മാർക്ക് ഇഷ്ടപ്പെടുകയില്ല. ഇനി അബദ്ധത്തിലെങ്ങാനും ഇത്തരം പുഴുക്കളെ കഴിച്ചുപോയാൽ അവർ അപ്പോൾ തന്നെ അതിനെ തുപ്പിക്കളയും. ഒരു തവണ അബദ്ധം പറ്റിയത് കാരണം പക്ഷികൾ ഇനി ഇത്തരം പുഴുക്കളെ തൊടുകയേയില്ല. നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്ന ഒരിനം ചൊറിയൻ പുഴുവാണ് ഇത്. ഇറുത്താൻ പുഴു എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. മഴയൊക്കെ പെയ്ത് വീടും പരിസരവും പറമ്പുമൊക്കെ നനഞ്ഞു നിൽക്കുന്ന സമയങ്ങളിലാണ് ഈ പുഴുക്കളെ കണ്ടുവരാറുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാശല്യക്കാരാണ് ഇവർ. എരിബിഡ എന്ന കുടുംബത്തിൽ ഉൾപ്പെടുന്ന സ്പൈലോസോമ ഒബ്ലിക്ക എന്ന നിശാശലഭത്തിന്റെ ലാർവകളാണ് ഈ പുഴുക്കൾ. ലെപ്പിഡോപ്റ്ററ വിഭാഗത്തിൽപ്പെടുന്ന ചില പുഴുക്കളെ സൂക്ഷിക്കണം, അവർക്ക് വിഷമുണ്ടാകും. ഇത്തരത്തിൽ ലോനോമിയ എന്ന ജനുസിൽപ്പെടുന്ന പുഴുക്കൾ മരണത്തിന് വരെ കാരണമാകുന്ന രീതിയിൽ മനുഷ്യരിലും മറ്റ് ജീവികളിലും വിഷം കുത്തിവെക്കാറുണ്ട്. ലെപ്പിഡോപ്റ്ററ എന്ന ഓർഡറിന് കീഴിൽ ഏകദേശം 1,65,000-ഓളം സ്പീഷീസുകളിൽപ്പെട്ട നിശാശലഭങ്ങളും പൂമ്പാറ്റകളും ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഏകദേശം 180-ഓളം സ്പീഷീസുകൾ ഇത്തരത്തിൽ വിഷം ചുരത്തുന്നവരാണ്. പകൽ ആഹാര സമ്പാദനത്തിന് ഇറങ്ങുന്ന പൂമ്പാറ്റകളുടെയും രാത്രി ആഹാരം സമ്പാദിക്കാൻ ഇറങ്ങുന്ന നൊക്ടേണൽ വിഭാഗക്കാരായ മോത്സ് അഥവാ നിശാശലഭങ്ങളുടെയും ജീവിതചക്രത്തിൽ മുട്ട, പുഴു, പ്യൂപ്പ എന്നീ ഘട്ടങ്ങൾ കാണാൻ സാധിക്കും. ഇതിൽ ഏതാനും ആഴ്ചകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഘട്ടമാണ് കാറ്റർപില്ലർ അഥവാ പുഴു എന്നുള്ളത്. എന്നാൽ ആർട്ടിക് വൂളി ബെയർമോത്ത് എന്ന ശലഭത്തിന്റെ ജീവിതചക്രത്തിലെ കാറ്റർപില്ലർ എന്ന ഘട്ടം ഏകദേശം 14 വർഷത്തോളം നീണ്ടു നിൽക്കും. പൊതുവെ ഇത്തരം ശലഭങ്ങളെ കണ്ടുവരുന്നത് തണുപ്പുള്ള ആർട്ടിക് പ്രദേശങ്ങളിലാണ്. അവിടുത്തെ തണുപ്പ് കാരണമാണ് ഈ ശലഭ പുഴുക്കൾക്ക് ഒരുപാട് കാലം പുഴുക്കളായി തന്നെ ഇരിക്കേണ്ടി വരുന്നത്. തണുപ്പുള്ള സമയങ്ങളിൽ ശരീരത്തിന്റെ മെറ്റബോളിസം അഥവാ ഉപാപചയ പ്രവർത്തനങ്ങളുടെ തോത് കുറച്ച് ഡയാപ്പോസ് എന്ന ഉറക്കത്തിലേക്ക് പ്രവേശിക്കും. തണുപ്പ് മാറിയാൽ വീണ്ടും ആഹാരം തിന്നു തുടങ്ങും. നിസ്സാരക്കാരെന്ന് തോന്നുമെങ്കിലും ഒരുപാട് പ്രത്യേകതകളും സവിശേഷതകളും ഉള്ളവരാണ് പുഴുക്കൾ. രൂപത്തിലും സ്വഭാവത്തിലും ജീവിതചക്രത്തിലും എല്ലാം ഈ സവിശേഷതകൾ പ്രകടമാണ്. ഇത്തരം ലാർവ പുഴുക്കളുടെ വിശേഷങ്ങൾ വിവരിക്കാൻ നിരവധി അധ്യായങ്ങൾ തന്നെ ആവശ്യമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി അറിയിക്കുമല്ലോ. നന്ദി.